എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാംഗോ കൾട്ടിവേഷൻ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ ഒരു ഫാമും അവരെങ്ങനെ ഒരു മാവിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തി പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ ആമുഖവും തന്നിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായും ഉപകാരപ്പെടും. ഈ വീഡിയോയിൽ മാവിൻ തൈ സെലക്ട് ചെയ്യുന്നതും വിളപരിപാലനവുമാണ് പറയുന്നത്. വിത്ത് വഴിയാണ് മാവിൻ്റെ പ്രജനനം. ഒരു വർഷം പ്രായമെത്തിയ ഗ്രാഫ്റ്റിൻ തൈകളാണ് നടാൻ എപ്പോഴും അനുയോജ്യം. മൺസൂൺ മാസാരംഭമാണ് നടാൻ നല്ലത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും നടാം. ജലത്തിൻ്റെ ലഭ്യത യഥേഷ്ടം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം പറയുന്നത്. 1:1:1 മീറ്റർ വ്യാസത്തിൽ കുഴിയെടുത്ത് ഒരു 10 കിലോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ജൈവവളമോ മേൽമണ്ണുമായി കൂട്ടി ഈ കുഴിയിൽ നിറയ്ക്കണം. ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം കണ്ടോ, ഇതിലൊരു പോർഷൻ നമുക്കൊരു വി ഷേപ്പിൽ കാണാൻ കഴിയും. ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്താണ്. ഈ പോർഷൻ മണ്ണിൻ്റെ അടിയിൽ പോകരുത്. ഇത് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല ആഴത്തിൽ നടരുത്. നല്ല ആഴത്തിൽ നട്ട് കഴിഞ്ഞാൽ മാവിൻ്റെ വളർച്ച കുറയാനാണ് സാധ്യത. ഇത്തരം തൈകൾ ഒടിയാൻ, കാരണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്, ഈ തൈകൾ ഒടിയാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ താങ്ങ് നിർബന്ധമായും കൊടുത്തിരിക്കണം. ചെറിയൊരു കമ്പോ എന്തെങ്കിലും വെച്ച് നമ്മൾ താങ്ങ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ്റെ താഴത്തു നിന്നും, അതായത് മൂലകാണ്ഡം എന്ന് പറയും, അവിടെ നിന്നും മുകുളങ്ങളോ അല്ലെങ്കിൽ ശിഖരങ്ങളോ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ ഒഴിവാക്കണം. അതിൻ്റെ മുകളിൽ, ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിലുള്ളതാണ് നമ്മൾ പറയുന്ന ഇനം, അല്ലെങ്കിൽ നഴ്സറിക്കാരോ ആരാണ് അവർ പറയുന്ന ഇനത്തിലുള്ള ആ ഒരു മാവ്. അത് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. താഴത്തുനിന്ന് ഒരിക്കലും മുകുളങ്ങൾ വരാൻ അനുവദിക്കരുത്. ഇനി ഇതിന് ശേഷം വരുന്ന ഒരു ഉയരം 45 സെൻറ്റിമീറ്ററോളം ഉയരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്യണം. അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്യണം. മാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എവിടെ നിന്ന് ശിഖരം വരണോ, ഈ ഇലകളുടെ ഇടയിൽ നിന്നാണ് ശിഖരം വരിക, എവിടെ നിന്ന് ശിഖരം വരണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ കുറച്ച് കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു കുഴമ്പ് രൂപത്തിൽ തേച്ച് വെക്കുക. അതിൻ്റെ താഴത്തുനിന്ന് ഇലയുടെ ഓരോ മുകുളത്തിൽ നിന്നും മുകുളങ്ങൾ വരും. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ അടുത്തത് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതായത് എങ്ങനെ വളരണം എന്ന് നമ്മളാണ് ഈ പ്ലാന്റിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. മണ്ണിൽ നിന്ന് ഏകദേശം ഒരു 45 സെൻറ്റിമീറ്ററോളം ഉയരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ കുറച്ച് കോപ്പർ ഓക്സൈഡ് ക്ലോറൈഡ് തേക്കണം. അതിൻ്റെ താഴത്ത് നിന്നും വീണ്ടും ശിഖരങ്ങളുണ്ടാവും. മാവിൻ്റെ പ്രത്യേകതയാണത്. ആ ശിഖരങ്ങളിൽ 2-3 ശിഖരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ആരോഗ്യമുള്ള 2 നിർത്തി മറ്റത് നമുക്ക് കളയാം. വീണ്ടും അതൊരു 30-35 സെൻറ്റിമീറ്ററോളം ഉയരോ അല്ലെങ്കിൽ സൈഡിലേക്കോ വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെയും കട്ട് ചെയ്യണം. സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ റൗണ്ട് ഇട്ട് സെൻറ്റർ ഭാഗം, അവിടേക്ക് വരുന്നതിൻ്റെ ശിഖരങ്ങൾ കൂടുതൽ വളരാൻ നമ്മൾ അനുവദിക്കരുത്. കാരണം എയറും അതുപോലെ സൂര്യപ്രകാശവും ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടണം. സൈഡിൽ നിന്നുള്ള എയറും സൂര്യപ്രകാശവും ഉൾഭാഗത്തേക്ക് കിട്ടിയാലേ നന്നായിട്ട് അതിൽ കായകൾ പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫിറമോൺ കെണി കൂടെ നമുക്കതിൽ കൊടുക്കണം വളർച്ച എത്തി കഴിയുമ്പോൾ. ഓക്കെ, ഇതേപോലെ ട്രെയിൻ ചെയ്ത ഒരു പ്ലാന്റിൻ്റെ സാമ്പിള് ഇത് കണ്ടോ. ഇതുപോലെ ട്രെയിൻ ചെയ്ത് എടുത്ത ഒരു മാവിൻ്റെ തൈയാണ്. അതിൻ്റെ ശിഖരങ്ങൾ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് സ്പേസേ ഉള്ളെങ്കിലും ഉയരം പോകാതെ മാവുകളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ മാവ് ഇതേപോലെ വളർത്തി കഴിയുമ്പോൾ എന്തെല്ലാം കേടുകളും ഫംഗസ് ബാധകളോ പുഴുക്കളോ എന്തൊക്കെ വരും, അതിന് നമ്മൾ എന്തെല്ലാം മരുന്നുകളോ അല്ലെങ്കിൽ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.